Hi students, here is a project. Plant your seeds. Take a clay pot or a tin can with a wide mouth. Make a small hole at the bottom of the can. Fill your can with soil. Put 4 or 5 seeds of the same kind in the soil and press them gently. Different groups plant can different kinds of seeds such as mustard, fenugreek, sesame, coriander. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ടേക്ക് എ ക്ലേ പോട്ട് ഓർ എ ടിൻ ക്യാൻ വിത്ത് എ വൈഡ് മൗത്ത്. ഒരു ഇച്ചിരി നല്ല വിസ്താരമുള്ള വൈഡായിട്ടുള്ളൊരു മൗത്തുള്ള ഒരു ക്ലേ പോട്ടോ അല്ലെങ്കിൽ ഒരു ടിൻ ക്യാനോ എടുക്കുക. ദെൻ അതിനകത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ബോട്ടം, ആ ക്യാനിൻ്റെ ബോട്ടത്തിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. ദെൻ ഫിൽ യു ക്യാൻ വിത്ത് സോയിൽ. എന്നിട്ട് ആ ക്യാനിനകത്ത് മണ്ണ് ഇടുക, ഫില്ല് ചെയ്യുക. Put 4 or 5 seeds of the same kind in the soil and press them gently. എന്നിട്ട് എന്ത് ചെയ്യുക, 4 or 5 സെയിം കൈൻഡ് ഒരേപോലത്തെ സീഡ് എന്ത് ചെയ്യുക, അതിലേക്ക് ഇടുക. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ക്യാൻ പ്ലാന്റ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീഡ് സച്ച് ആസ് മസ്റ്റാർഡ്, ഫെനുഗ്രീക്ക്, സീസേം, കൊറിയാണ്ടർ. അപ്പം ഇത് ഗ്രൂപ്പ് വൈസ് ആണ്. അപ്പം ഗ്രൂപ്പിൽ പല ഗ്രൂപ്പുകൾക്കും ഓരോരോ സീഡ് എടുക്കാം. ഇപ്പോൾ മസ്റ്റാർഡ് കടുകെടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഫെനുഗ്രീക്ക് മീൻസ് ഉലുവ, അതെടുക്കാം. ദെൻ സീസേം എന്ന് പറയുന്നത് എള്ളെടുക്കാം. ദെൻ കൊറിയാണ്ടർ, മല്ലി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. എന്നിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു പേപ്പർ എടുക്കുക, അതിനകത്ത് നമ്മൾ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിനകത്ത് എന്തെഴുതണം, ആദ്യം പ്രോജക്റ്റ് എന്ന് എഴുതുക, പ്ലാന്റ് യുവർ സീഡ് എന്ന് എഴുതുക. എന്നിട്ട് നെയിം ഓഫ് ദ സീഡ്, നിങ്ങൾ ഏത് വിത്താണ് ഇട്ടത് ആ വിത്തിൻ്റെ പേരെഴുതുക. ദെൻ ഡേറ്റ് ഓൺ വിച്ച് യു പ്ലാന്റഡ് ദ, നിങ്ങൾ ഏത് ദിവസമാണ് ഇതിനെ പ്ലാന്റ് ചെയ്തത് ആ ഡേറ്റ് ഇടുക. ദാറ്റ് ഡേ യു ഒബ്സർവ് സംതിങ് കമ്മിങ് ഔട്ട് ഓഫ് ദ സോയിൽ, സ്റ്റാർട്ട് ഫില്ലിങ് ദ ടേബിൾ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സോയിൽ ഒബ്സർവ് ചെയ്യുന്നതിന് ശേഷം അതിനെന്തെങ്കിലും മുകളിലോട്ട് വരുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്ത് അതിനെന്ത് ചെയ്യുക, ഈ ടേബിളിൽ എഴുതുക. അപ്പോൾ ഇപ്പം ഡേറ്റ് ഇടുക. നിങ്ങൾ ആദ്യം ഫസ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യുക, ഡേറ്റ് ഇടുക. അത് കഴിഞ്ഞ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. അപ്പോൾ അതിൽ നിന്ന് വന്ന നമ്മുടെ കുഞ്ഞ് പ്ലാന്റ്, ആ വിത്ത് പൊട്ടി ഒരു പുതിയ പ്ലാന്റ് വന്നത്, ബേബി പ്ലാന്റ് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ അതിൻ്റെ ഹൈറ്റ് എത്രയെന്ന് നോട്ട് ചെയ്യുക. ദെൻ നമ്പർ ഓഫ് ലീവ്സ്, എത്ര ലീവ്സ് ആണ് നിങ്ങൾ കണ്ടത്, അതുപോലെ ഇനി അതർ ചേഞ്ച്, അതിന് മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അങ്ങനെ ഈ പ്രോജക്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഫില്ലപ്പ് ചെയ്യുക. Then plants which hunt. There are some plants which trap and eat frogs, insects and even mice. The pitcher plant is one such plant. It is found in Australia, Indonesia and Meghalaya in India. It has a pitcher-like shape and the mouth is covered by a leaf. The plant has special smell that attract insects to it. When the insect lands on the mouth of the plant, it gets trapped and cannot get out. What a clever way to hunt. അപ്പോൾ നമ്മളൊരു ഹണ്ടറിനെ കുറിച്ചാണ് എടുത്ത് പഠിക്കുന്നത്. പ്ലാന്റ്സ് വിച്ച് ഹണ്ട്, നമുക്ക് ഹണ്ട് ചെയ്യുന്ന പ്ലാന്റ്സ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. എന്തൊക്കെയാണ്, there are some plants which trap and eat frogs, insects and even mice. കുഞ്ഞ് എലി, അതുപോലെ തന്നെ ഫ്രോഗ്, ഇൻസെക്ട്സിനെയൊക്കെ ട്രാപ്പ് ചെയ്ത് അവയെ ഫുഡാക്കുന്ന പ്ലാന്റ്സ് നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. ദ പിച്ചർ പ്ലാന്റ് ഈസ് വൺ സച്ച് എ പ്ലാന്റ്. അതിലൊരു പ്ലാന്റാണ് പിച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ, ഇൻഡോനേഷ്യ ആൻഡ് മേഘാലയ ഇൻ ഇന്ത്യ. എവിടെയൊക്കെയാണ് കാണുന്നത്, ഇൻ ഓസ്ട്രേലിയ, ഇൻഡോനേഷ്യ, മേഘാലയ. ഇന്ത്യയിലെ മേഘാലയയിലും എന്തുണ്ട്, പിച്ചർ പ്ലാന്റ് കണ്ടുവരുന്നു. It has a pitcher-like shape and the mouth is covered by a leaf. അപ്പോൾ അവയ്ക്ക് എങ്ങനെയാണ്, ഒരു പിക്ചർ പോലത്തെ ഒരു ഷേപ്പാണ് അവയ്ക്കുള്ളത്. അതുപോലെ അവയുടെ മൗത്ത് എങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത്, കവേർഡ് ബൈ എ ലീഫ്. ഒരു ലീഫ് കൊണ്ട് കവർ ചെയ്യും. പിക്ചർ മീൻസ് എന്താണ്, ഒരു ട്യൂബ് പോലെയാണ് അവ കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ മൗത്ത് ഒരു ലീഫ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. The plant has a special smell that attract to it. അപ്പോൾ ആ പ്ലാന്റിന് ഒരു സ്പെഷ്യൽ സ്മെൽ, ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സ്മെല്ല് ആ പ്ലാന്റ്സിനുണ്ട്. വെൻ ദ ഇൻസെക്ട് ലാൻഡ് ഓൺ ദ മൗത്ത് ഓഫ് ദ പ്ലാന്റ്, ഇറ്റ് ഗെറ്റ്സ് ട്രാപ്ഡ് ആൻഡ് ഇറ്റ് കനോട്ട് ഗെറ്റ് ഔട്ട്. അപ്പോൾ ഒരു ഇൻസെക്റ്റ് ആ പ്ലാന്റിൻ്റെ മൗത്തിൽ, ഇപ്പോൾ ഈ ഒരു ഇൻസെക്റ്റ് ആ പ്ലാന്റിൻ്റെ മൗത്തിൽ വന്നിരുന്നാൽ അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ ലീഫ് അടയും. അങ്ങനെ അതിനെ പെട്ടെന്ന് ട്രാപ്പ് ചെയ്യാൻ പറ്റും. അതിന് പുറത്തിറങ്ങാനും സാധിക്കില്ല. വാട്ട് എ ക്ലവർ വേ ടു ഹണ്ട്. എന്ത് ക്ലവർ വേ ആണ് അവർ ഹണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അല്ലേ. അടുത്ത്
So many seeds. How many types of seeds can you collect? അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള സീഡ്സിനെ കളക്ട് ചെയ്യാൻ പറ്റും? Where will you find them? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയും സീഡ് കിട്ടിയത്? Each of you should to try to collect many different types of seeds as you can. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സീഡ്സിനെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. After that, put all the seed collections together. എന്നിട്ട് ഈ സീഡ് കളക്ഷൻസിന് എന്ത് ചെയ്യുക? ഒരുമിച്ച് വയ്ക്കുക. Now observe these seeds carefully. എന്നിട്ട് ഈ സീഡ്സിനെ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒത്തിരി സീഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒത്തിരി സീഡ്സ് കളക്ട് ചെയ്തിട്ട് അവയെ നിങ്ങൾ ഒരുമിച്ചിട്ടിട്ട് അവയുടെ എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് നോക്കുക. ദ ഷേപ്പ്, ദ സൈസ്, ദ കളേഴ്സ്, ദ ടെക്സ്ചർ. അവയുടെ ഷേപ്പ് എങ്ങനെയാണ്, അവയുടെ സൈസ് എങ്ങനെയാണ്, കളർ എങ്ങനെയാണ്, ടെക്സ്ചർ എങ്ങനെയാണ്, അതിപ്പോൾ സ്മൂത്താണോ അതോ ഹാർഡാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആൻഡ് ദെൻ mark a seed chart to put up in the class. You can start with a table like this. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ ചാർട്ട് പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ആ ചാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആദ്യത്തെ കോളത്തിൽ എന്ത് എഴുതുക? നെയിം ഓഫ് ദ സീഡ്. ദെൻ അതിൻ്റെ കളർ, ഏത് കളറാണ് ആ സീഡിനുള്ളത്. ദെൻ ആ ഷേപ്പ്, ആ സീഡിൻ്റെ ഷേപ്പ്, ഏത് ഷേപ്പിലാണ് ആ സീഡുള്ളത്. ദെൻ അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, സ്മൂത്താണോ അല്ലെങ്കിൽ റഫാണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ രജ്മ എന്ന് പറഞ്ഞ സീഡ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കളറ്? റെഡിഷ് ബ്രൗൺ. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? കിഡ്നി ഷേപ്പാണ്. ദെൻ അതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? സ്മൂത്താണ്. വളരെ സ്മൂത്തായിട്ടുള്ള സീഡാണ്. ഏതെന്ന് പറയുന്നത്? രജ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കളക്ട് ചെയ്ത സീഡിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊരു ടേബിൾ പ്രിപ്പയർ ചെയ്ത് അയച്ചു തരിക. അപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക വീട്ടിലിരുന്ന്, കേട്ടോ.